പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു കോംപ്രിഹെൻസീവ് പ്രോബ്ലമാണ്. അതായത് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കോംപ്രഹെൻസീവ് പ്രോബ്ലം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് പ്രോബ്ലം വ്യക്തമായി മനസ്സിലാക്കാം. ആസിഫ് ആൻഡ് റിജു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. Their balance sheet as on 1st April 2018 stood as follows. ആസിഫ്, റിജോ എന്നീ പങ്കാളികൾ ലാഭവും നഷ്ടവും പങ്കുവെക്കുന്നത് 3:2 എന്ന അനുപാതത്തിലാണ്. അവരുടെ ബാലൻസ് ഷീറ്റ് ഏപ്രിൽ 1 ബാലൻസ് ഷീറ്റാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ്, ജനറൽ റിസർവ്, ക്യാപിറ്റൽ അക്കൗണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, പാറ്റൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്നീ ഐറ്റങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ തൊട്ടു താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങളൊന്ന് വായിക്കാം. They admitted Ajit into partnership on 1st April 2018 on the following terms. First one, Ajit will bring rupees 60,000 as his capital and rupees 30,000 as his share of goodwill for 1/6 share in profit. B, a profit of rupees 1,600 to be created on debtors for doubtful debts. C, outstanding rent amounted to rupees 5,000. Next, an accrued income of rupees 4,500 does not appear in the books of the firm. Last one, patent were revalued at rupees 20,000, furniture rupees 27,000 and land and building rupees 2,50,000. Prepare revaluation account, partners capital account and the balance sheet of the new firm. ബാലൻസ് ഷീറ്റും അതിന് തൊട്ടു താഴെ അഡ്ജസ്റ്റ്മെൻറ്റും നൽകി നമ്മളോട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നത് റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഫൈനൽ എക്സാമിനേഷന് ധാരാളം ഉണ്ടാവാറുണ്ട്. ബാലൻസ് ഷീറ്റിന് തൊട്ടു താഴെ നൽകിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് റീവാലുവേഷൻ അക്കൗണ്ടുമായും ക്യാപിറ്റൽ അക്കൗണ്ടും പുതിയ ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കണം. റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാം, ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നെല്ലാം കഴിഞ്ഞ വീഡിയോകളിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കാണുന്നതിന് മുമ്പായി മറ്റു ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി വേണം ഈ ക്ലാസ് ശ്രദ്ധിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം നമുക്ക് തയ്യാറാക്കേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ടാണ്. റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം. പെട്ടെന്നൊന്ന് ഓർത്തു നോക്കുക, എങ്ങനെയാണ് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നെല്ലാം ഒന്ന് ഓർക്കുക. ഒരു റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും, ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യും. അൺറെക്കോർഡഡ് അസറ്റ് ക്രെഡിറ്റ് ചെയ്യും, അൺറെക്കോർഡഡ് ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യും. എല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് പ്രോഫിറ്റോ ലോസോ ആവാം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് സൈഡിലും, ലോസ് ആണെങ്കിൽ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുന്നു. ഇതാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നതിൻ്റെ ഏകദേശ രൂപം. മുൻ ക്ലാസ്സുകളിൽ ഇതെല്ലാം വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൻ്റെയും
അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്ത് റീവാലുവേഷൻ അക്കൗണ്ടിൽ അവ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ആദ്യം ബാലൻസ് ഷീറ്റിൻ്റെ തൊട്ടു താഴെ ദേ അഡ്മിറ്റഡ് അജിത് ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഓൺ 1st April 2018 ഓൺ ദി ഫോളോയിങ് ടേംസ്. ആസിഫും റിജോയും അജിത്ത് എന്ന പുതിയ പങ്കാളിയെ ഏപ്രിൽ 1 പങ്കാളിത്ത സ്ഥാപനത്തിലേക്ക് താഴെ പറയുന്ന നിബന്ധനകൾ പ്രകാരം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് പോയിന്റ്? അജിത് വിൽ ബ്രിങ് ₹60,000 ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് ₹30,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ ഫോർ 1/6 ഷെയർ ഇൻ പ്രോഫിറ്റ്. അജിത്ത് 60,000 രൂപ ക്യാപിറ്റലും 30,000 രൂപ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലും കൊണ്ടുവരുന്നുണ്ട്. അയാൾക്ക് ലഭിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/6. അപ്പോൾ അജിത്ത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതും ഗുഡ് വിൽ കൊണ്ടുവരുന്നതും ഒന്നും തന്നെ റീവാലുവേഷൻ അക്കൗണ്ടിലല്ല അത് രേഖപ്പെടുത്തുന്നത്. അതെവിടെയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഈ ഐറ്റം രേഖപ്പെടുത്താനുണ്ടാവുക. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. എ പ്രൊവിഷൻ ഓഫ് ₹1,600 ടു ബി ക്രിയേറ്റഡ് ഓൺ ഡെപ്റ്റേഴ്സ് ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. 1,600 രൂപ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നെല്ലാം നമ്മൾ ഒരു പ്രത്യേക ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു അസറ്റ് കുറയുകയാണ് അല്ലെങ്കിൽ ലയബിലിറ്റി കൂടുകയാണ്. അപ്പോൾ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും അല്ലേ. പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് 1,600 രൂപ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മറന്നു പോകരുത്, പുതുതായിട്ട് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അടുത്ത ഐറ്റം നോക്കൂ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എമൗണ്ടഡ് ടു ₹5,000. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞാൽ റെന്റ് കൊടുക്കാനുണ്ട്, ഇതുവരെയും കൊടുത്തിട്ടില്ല. നമുക്ക് ഒരു ബാധ്യതയാണ് അല്ലേ. എത്ര രൂപയുടെ ബാധ്യതയുണ്ട് എന്നാ പറയുന്നത്? 5,000 രൂപയുടെ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഉണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി സൈഡിൽ അങ്ങനെ ഒരു ഐറ്റം കാണുന്നുണ്ടോ? ഇല്ല. ക്രെഡിറ്റേഴ്സും ജനറൽ റിസർവും ക്യാപിറ്റൽ അക്കൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഒരു അൺറെക്കോർഡഡ് ലയബിലിറ്റിയാണ്. റെക്കോർഡ് ചെയ്യാത്ത ഒരു ലയബിലിറ്റി നമ്മൾ നൽകിയതാണ്. അത് റെക്കോർഡ് ചെയ്യാത്ത ലയബിലിറ്റി എവിടുന്നാണ് മനസ്സിലാക്കുക? അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അൺറെക്കോർഡ് ലയബിലിറ്റി എന്ത് ചെയ്യണം? അൺറെക്കോർഡ് ലയബിലിറ്റി റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം അല്ലേ. തൊട്ട് മുമ്പ് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എത്ര രൂപയാണ്? 5,000. അടുത്ത ഐറ്റം നോക്കൂ. ആൻ അക്രൂഡ് ഇൻകം ഓഫ് ₹4,500 ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേം. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണാത്ത ഒരു 4,500 രൂപയുടെ അക്രൂഡ് ഇൻകം ഉണ്ട്. ആദ്യം അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു വരുമാനം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാനുള്ള ഒരു വരുമാനമാണ്, അതൊരു അസറ്റാണ്. ശ്രദ്ധിക്കണേ, അക്രൂഡ് ഇൻകം ഒരു അസറ്റാണ്. എന്നാൽ അങ്ങനെ ഒരു അസറ്റ് നമ്മൾ അസറ്റ് സൈഡിൽ കാണുന്നുണ്ടോ? ഇല്ല. ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, പാറ്റൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അക്രൂഡ് ഇൻകം എന്നൊരു അസറ്റ് ഇല്ല. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബുക്കിൽ രേഖപ്പെടുത്താത്ത ഒരു 4,500 അക്രൂഡ് ഇൻകം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതൊരു അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ട് എന്നാണ്. അപ്പോൾ അൺറെക്കോർഡഡ് അസറ്റ് കൂടുമ്പോഴും അൺറെക്കോർഡ് അസറ്റും ഒക്കെ റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്താ ചെയ്യുക? റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് 4,500 രൂപ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. വീണ്ടും മറന്നു പോകരുത്, ഇത്തരം ഐറ്റംസ് ഇനിയും വരുമ്പോൾ നമ്മൾ ഓർമ്മയിലുണ്ടാവണം. അക്രൂഡ് ഇൻകം ഒരു അസറ്റാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ അസറ്റ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് അവിടെ ഉള്ളതിൻ്റെ അസറ്റിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കുക. അതിലില്ലാത്തൊരു അസറ്റാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് റെക്കോർഡ് ചെയ്യാത്തൊരു അസറ്റാണ്, അൺറെക്കോർഡ് അസറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നോക്കൂ. എ പാറ്റന്റ് വേർ റീവാല്യൂഡ് അറ്റ് ₹20,000. പാറ്റന്റിൻ്റെ വില 20,000 ആണ്.
അപ്പോൾ നമ്മൾ പഴയ വില നോക്കണം. പഴയ വില എത്രയാണ്? 44,400 അല്ലേ? അതിൻ്റെ ഇപ്പോഴത്തെ വിലയോ 20,000 രൂപ അല്ലേ? അപ്പോൾ പാറ്റന്റിന്റെ വിലയിൽ വർദ്ധിക്കുകയാണോ കുറയുകയാണോ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം 44,400 ഇപ്പോൾ 20,000 ഉള്ളൂ. അപ്പോൾ ഒരു അസറ്റ് കുറഞ്ഞു, അസറ്റിന്റെ വില കുറയുമ്പോൾ, അസറ്റ് കുറയുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യുക? റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പാറ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എത്ര രൂപയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഇവിടെയാണ് പല വിദ്യാർത്ഥികൾക്കും പിഴവ് സംഭവിക്കാറുള്ളത്. പാറ്റന്റിന്റെ പഴയ വില 44,400, പുതിയ വില 20,000. ചില വിദ്യാർത്ഥികൾ ഇങ്ങനെ പുതിയ വില 20,000 എന്ന് റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത് കളയും. അതല്ല ചെയ്യേണ്ടത്. അതായത് റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യുന്നത് എത്ര രൂപ വർദ്ധിച്ചു, എത്ര രൂപ കുറഞ്ഞു, ആ വർദ്ധിക്കുകയും കുറയുകയും ചെയ്ത തുകയാണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്, അല്ലാതെ പുതിയ വിലയല്ല. അപ്പോൾ ഈ 44,400 ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ വില എത്രയേ ഉള്ളൂ? 20,000 ഉള്ളൂ. അപ്പോൾ എത്ര രൂപയുടെ കുറവുണ്ടായി? നമുക്കറിയാം 24,400 രൂപയുടെ കുറവുണ്ടായി. അത്രയും തുകയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തായിട്ട് നോക്കൂ, ഫർണിച്ചർ ₹27,000. ഫർണിച്ചറിന്റെ വില 27,000 രൂപയാണ്. അപ്പോൾ ഫർണിച്ചറിന്റെ പഴയ വില എത്രയാണ്? 30,000. അതിപ്പോൾ എത്രയായി? കുറഞ്ഞു, 27,000 ആയി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഫർണിച്ചർ എന്താ ചെയ്തിട്ടുള്ളത്? കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഫർണിച്ചർ എത്ര രൂപയാണ് കുറഞ്ഞത്? 30,000. ഇപ്പോൾ 27,000 ആണ്. അപ്പോൾ എത്ര രൂപ കുറഞ്ഞു? 3,000 രൂപ കുറഞ്ഞു അല്ലേ? നെക്സ്റ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ₹2,50,000. 2,50,000 ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ വില. അപ്പോൾ പഴയ വില ഒന്ന് നോക്കൂ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 lakh അല്ലേ? 2 ലക്ഷം ഉള്ളത് 2,50,000 ആയിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വില ഇൻക്രീസ് ചെയ്ത് വർദ്ധിച്ചു അല്ലേ? അപ്പോൾ അസറ്റിന്റെ വില കൂടുമ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് കുറയുമ്പോഴാണ് ഡെബിറ്റ് ചെയ്യുക, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം? 2 ലക്ഷത്തിന് ഉണ്ടായിരുന്ന ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ഇപ്പോഴത്തെ വില 2.5 ലക്ഷം ഉണ്ട്. അപ്പോൾ എത്ര രൂപ കൂടി? 50,000 രൂപ വർദ്ധിച്ചു. അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇപ്പോൾ അതിൽ സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫർണിച്ചർ, പാറ്റൻറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എല്ലാ ഐറ്റത്തിനെ കുറിച്ചൊന്നും അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നില്ലല്ലോ. ഉദാഹരണം, സ്റ്റോക്ക് പറയുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നില്ല അല്ലേ? അതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, അതേപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അതിൻ്റെ വിലയിൽ ഒരു മാറ്റവും ഇല്ല, വില കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ചെയ്യേണ്ടത് എങ്കിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിലെ എല്ലാ ഐറ്റവും രേഖപ്പെടുത്തി ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യാം. ഏത് സൈഡാണ് കൂടുതൽ എന്ന് നോക്കാം. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ 54,500 അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. 54,500 അതിൻ്റെ ബാലൻസ് കാണാം. ബാലൻസ് ലഭിക്കുക 20,500 എന്നാണ്. ഈ ബാലൻസ് ആണ് റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണത്. അതെന്താണ്? റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണ് 20,500. കാരണം ക്രെഡിറ്റ് സൈഡിൽ കൂടുതലും ഡെബിറ്റ് സൈഡിൽ കുറവാണെങ്കിൽ എന്താണ്? അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് എന്താണ് സൂചിപ്പിക്കുന്നത്? റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണ്. ആ പ്രോഫിറ്റ് ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിന് നേരെ ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ആർക്ക് അവകാശപ്പെട്ടതാണ്? പഴയ പങ്കാളികൾക്ക് അവകാശപ്പെട്ടതാണ്. പഴയ പങ്കാളികൾ ആരൊക്കെയാണ്? ആസിഫ്, റിജോ ആണ്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് ഏത് അനുപാതത്തിലാണ്? അവരുടെ പഴയ അനുപാതത്തിലാണ്. പഴയ അനുപാതം ഇവിടെ തുടക്കത്തിൽ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ആസിഫും ഡിജും ലാഭവും നഷ്ടവും പങ്കുവെക്കുന്നത് 3:2 എന്ന അനുപാതത്തിലാണ്. അപ്പോൾ ഈ 20,500 നമ്മൾ ആസിഫിനും റിജയ്ക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് നേരെ നമ്മൾ എന്ത് എഴുതും? ബൈ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം ആസിഫിന് 20,500 3/5 ദെൻ 12,300 അല്ലേ? ദെൻ റിജോക്കോ 20,500 2/5 ദാറ്റ് ഈസ് 8,200. അപ്പോൾ രണ്ടും ചേരുമ്പോൾ എത്രയാവും? 20,500. അപ്പോൾ ഇങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് ഇനിയും ഇത്തരം പ്രോബ്ലങ്ങൾ വരുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെ എന്ന് തയ്യാറാക്കാൻ കഴിയണം. അതിനു വേണ്ടിയാണ് വളരെ സാവധാനം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചത്. ഇനി നമുക്ക്
പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഒരു പ്രത്യേക ക്ലാസ്സിലൂടെ ഞാൻ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം പുതിയ പങ്കാളിയുടേതടക്കം, അപ്പോൾ ഇവിടെ ആസിഫും റിജോയും ഉണ്ടായിരുന്നു, അതിലേക്ക് അജിത്ത് വന്നു അല്ലേ. അപ്പോൾ അജിത്തിൻ്റെതടക്കം ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അത്തരമൊരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയെന്നതിനെക്കുറിച്ച് വളരെയധികം വിശദമായി ഒരു ക്ലാസ് നിങ്ങൾക്ക് നൽകിയിരുന്നു. ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾ ഒന്നുകൂടി കേട്ടതിന് ശേഷം നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു പാർട്ട്നേഴ്സിൻ്റെ പുതിയ പങ്കാളിയെ ഉൾപ്പെടുത്തിയതിന് ശേഷം തയ്യാറാക്കുന്ന പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന ഐറ്റങ്ങൾ പരമാവധി എന്തെല്ലാമാണ് എന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ആദ്യം ക്ലോസിംഗ് ബാലൻസ്, പുതുതായി ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, ഗുഡ് വിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ലാബിലിറ്റി സൈഡിലുണ്ടെങ്കിൽ അത്, റീവാലുവേഷൻ്റെ പ്രോഫിറ്റ്, ക്യാപിറ്റലിൻ്റെ കുറവ് നികത്താൻ വേണ്ടി ക്യാഷ് കൊണ്ടുവരുന്നത്, ഇതൊക്കെ ഗുഡ് വിൽ പിൻവലിക്കുന്നത്, അക്യുമുലേറ്റഡ് ലോസ്, റീവാലുവേഷൻ ലോസ്, സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പിൻവലിക്കുന്നത്, ബാലൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദമായി ആ ക്ലാസ്സിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃക മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാം. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ അതിന് നേരെ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് രേഖപ്പെടുത്തി പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്ന് കിട്ടണം? ബാലൻസ് ഷീറ്റിൽ കാണാം ആസിഫിൻ്റെയും റിജോയുടെയും ബാലൻസ് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ട് 2,96,000 അതാണ് ആദ്യം രേഖപ്പെടുത്തുക. ഇനി രണ്ടാമത് പുതിയ പങ്കാളി ക്യാപിറ്റൽ കൊണ്ടുവന്നത് രേഖപ്പെടുത്തും. അത് എവിടുന്ന് അറിയാം? അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാവും എന്ന് ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തുന്നു. ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റിൽ നോക്കൂ, അജിത്ത് വിൽ ബ്രിങ് ₹60,000 ഹാസ് ഹിസ് ക്യാപിറ്റൽ. ക്യാപിറ്റലായിട്ട് അജിത്ത് 60,000 രൂപ കൊണ്ടുവന്നു. അപ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി അജിത്തിന്റെ കുളത്തിൽ 60,000 രേഖപ്പെടുത്തുക. ആസിഫിന്റെ റിജുവിന്റെ കുളത്തിലല്ല, അജിത്തിന്റെ കുളത്തിൽ. ഇനി അടുത്ത ഐറ്റം എന്താണ്? ആൻഡ് ₹30,000 ഹാസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വില്ലായി അയാൾ 30,000 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണ്? 30,000 രൂപയാണ്. ആ 30,000 രൂപ ആർക്ക് അവകാശപ്പെട്ടതാണ്? ആസിഫിനും റിജോക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് ഏത് അനുപാതത്തിലാണ് ലഭിക്കുക എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ട് സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സാക്രിഫൈസ് റേഷ്യോ ഒക്കെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഈ ചോദ്യത്തിൽ പഴയ പങ്കാളികളുടെ പഴയ ഷെയറും പുതിയ ആളുടെ ഷെയറും മാത്രമേ നൽകിയിട്ടുള്ളൂ. പഴയ പങ്കാളികളുടെ പഴയ ഷെയർ എത്രയാണ്? 3:2. പുതിയ ആളുടെ ഷെയറോ 1/6. അപ്പോൾ ഇത് മാത്രമേ നൽകിയിട്ടുള്ളെങ്കിൽ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏത് തന്നെയാണ്? പഴയ റേഷ്യോ തന്നെയാണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 തന്നെയാണ് അവരുടെ സാക്രിഫൈസ് റേഷ്യോ. അപ്പോൾ ഇനി ആ ഗുഡ് വിൽ പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റമാണ് ബൈ ഗുഡ് വിൽ. ബൈ ഗുഡ് വിൽ എന്ന് രേഖപ്പെടുത്തി പഴയ പങ്കാളികൾക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഈ 30,000 രൂപയുടെ 3/5 ആസിഫിനും 2/5 റിജോക്ക് ലഭിക്കും. അപ്പോൾ 30,000-ന്റെ 3/18,000 രൂപ ആസിഫിന് ലഭിക്കും. ദെൻ 12,000 രൂപ റിജോക്ക് ലഭിക്കും. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്തു നോക്കാം. 30,000 ഇൻറ്റു 3/5 എത്രയാണ്? 30,000 ഇൻറ്റു 2/5. അങ്ങനെ ആ കണ്ടെത്തിയ തുകയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്തുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാണ്? അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് എവിടുന്ന് കാണാം? തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണാം. എന്തൊക്കെയാണ് സാധാരണ വരുന്ന അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. ഇവിടെ ജനറൽ റിസർവ് ലയബിലിറ്റി സൈഡിലുണ്ട് അല്ലേ. ജനറൽ റിസർവ് 36,000 എന്ന് കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടോ? അതവിടെ ഇല്ല. ഇല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടതില്ല. അപ്പൊ ജനറൽ റിസർവ് ഉണ്ട്, അത് പഴയ പങ്കാളികൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതാണ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്യണം. അത് ഏത് അനുപാതത്തിലാണ് വിതരണം ചെയ്യേണ്ടത്? പഴയ അനുപാതത്തിലാണ്. പഴയ അനുപാതം ഇവിടെ ഏതാണ്? 3:2. അപ്പോൾ ബൈ ജനറൽ റിസർവ്, ജനറൽ റിസർവ് എന്ന് രേഖപ്പെടുത്തി 36,000-ന്റെ 3/5 ആസിഫിനും 2/5 റിജോക്കും കൊടുക്കും. അപ്പോൾ 36,000-ന്റെ 3/5 എന്ന് പറഞ്ഞാൽ 21,600 അല്ലെ. 21,600 ആസിഫിനും ദെൻ 14,400 റിജോക്കും ലഭിക്കും.
ഓക്കെ. ഇനി ഉള്ള എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ കൊണ്ടാണ്. അങ്ങനെ ഒരു ഐറ്റം ഇല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ രേഖപ്പെടുത്താനുള്ളത് എന്താണ്? റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൽ റീവാലുവേഷൻ്റെ പ്രോഫിറ്റ് ആണല്ലോ. ആ പ്രോഫിറ്റ് എത്രയാണെന്നും അത് ഓരോ ആസിഫിൻ്റെ റിജോക്ക് എത്രയാണ് ലഭിക്കുന്നതെന്നും തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തി. അതാണ് അടുത്തായി രേഖപ്പെടുന്നത് ബൈ റീവാലുവേഷൻ അക്കൗണ്ട്. എത്രയാണ് ആസിഫിന്? 12,300, റിജോക്ക് 8,200. അപ്പോൾ ഇത്ര ഐറ്റമാണ്. ഇനി ഒരു ഐറ്റം കൂടി പറഞ്ഞിരുന്നു. എന്താണ് അത്? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേസിലാണ് ഉണ്ടാവാറുള്ളത്. അത്തരം പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരം പ്രോബ്ലം ചെയ്യുമ്പോൾ അത് വിശദീകരിക്കാം. അപ്പോൾ പ്രധാനമായും ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റങ്ങളെല്ലാം ഇപ്പോൾ വിശദീകരിച്ചു. ഇനി ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം എന്തൊക്കെയാണ്? ആദ്യത്തെ ഐറ്റം തന്നെ എന്തായിരുന്നു? കൊണ്ടുവന്ന ഗുഡ്വിൽ പിൻവലിക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ ചോദ്യത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പം അതില്ല. രണ്ടാമത്തെ ഐറ്റം എന്തായിരുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊരു ഐറ്റം ഉണ്ടോ? അതുമില്ല. പിന്നെ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? റീവാലുവേഷൻ്റെ ലോസ് ആണെങ്കിൽ. റീവാലുവേഷൻ ഇതിൽ ലോസ് ആണോ? അല്ല, പ്രോഫിറ്റ് ആണ് അല്ലേ? പിന്നെയോ സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് പിൻവലിക്കുന്ന അത്ര ഒരു കേസും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്താനുള്ള ഒരു ഐറ്റവും ഈ ചോദ്യത്തിലില്ല. അപ്പോൾ ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 2,61,900, 1,30,600, 60,000. അത് ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ആ തുക എഴുതുന്നു. അതിൻ്റെ ബാലൻസ് നമ്മൾ കാണുന്നു അല്ലേ? ബാലൻസ് എത്ര തന്നെയാണ്? 60,000. അപ്പോൾ ഓരോ ആളുകളുടെയും ബാലൻസ് നമ്മൾ കണ്ടെത്തി. ആ ബാലൻസിന് നേരെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ആ ബാലൻസ് എന്താണ്? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ആദ്യം ബാലൻസ് ഷീറ്റുള്ളതോ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നോക്കൂ. ഇവിടെ പുതിയ പങ്കാളിയുടെ കോളത്തിൽ ഒരൊറ്റ ഐറ്റമേ സാധാരണ വരാറുള്ളൂ, അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഇല്ലേ. ബാക്കിയെല്ലാം പഴയ പങ്കാളികളുടെ കോളത്തിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ പഴയ പങ്കാളികളുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരത്തിലുള്ള പിഴവുകൾ, മറ്റു രീതിയിലുള്ള പിഴവുകൾ സംഭവിക്കാതിരിക്കാനാണ് ഇത് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കി. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കാൻ നിങ്ങൾ ആദ്യം ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെല്ലാം ഐറ്റമാണ് ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യുക എന്നൊന്ന് മനസ്സിലാക്കി അത് ഓരോ ഐറ്റവും ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പിഴവും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഇനി നമ്മൾ എവിടെ എടുക്കും? ഇപ്പം ആസിഫിൻ്റെയും റിജോവിൻ്റെയും അജിത്തിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് നമ്മൾക്കിപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. ഇത് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിൽ എടുക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മറക്കരുത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാം? പ്രിപ്പറേഷൻ ഓഫ് ന്യൂ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഒരു പ്രത്യേക രീതിയിൽ പഠനം സാധ്യമല്ല. ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ എന്താണ്? പുതിയ ബാലൻസ് ഷീറ്റിൽ എല്ലാ അസറ്റിൻ്റെയും ലാബിലിറ്റിൻ്റെയും പുതിയ വിലയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും ഏതെല്ലാം ഐറ്റമാണ് രേഖപ്പെടുത്തേണ്ടത്, ഏതെല്ലാം ഐറ്റം രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് എന്നെല്ലാം ഓർമ്മപ്പെടുത്തിയിരുന്നു. എങ്കിൽ ഒരു മാതൃക നിങ്ങൾ നോക്കാം. ഒരു പുതിയ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡിലും ക്യാഷ് അറ്റ് ബാങ്കിലും എന്തായാലും മാറ്റം ഉണ്ടാവും. അസറ്റിൻ്റെയൊക്കെ വില വർദ്ധിക്കുമ്പോൾ പുതിയ വില രേഖപ്പെടുത്തണം. അസറ്റ് കുറയുമ്പോൾ പഴയ വിലയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കഴിച്ച രൂപത്തിലാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൺറെക്കോർഡ് അസറ്റ് പഴയ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിലാണ് അത് ഉണ്ടാവുക, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഉണ്ടാവുക. അത് രേഖപ്പെടുത്താൻ വിട്ടുപോകരുത് ഒരിക്കലും. അതോടൊപ്പം തന്നെ ലാബിലിറ്റി സൈഡിലും ഓരോ ലാബിലിറ്റിയുടെയും പുതിയ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. അതോടൊപ്പം തന്നെ അൺറെക്കോർഡ് ലാബിലിറ്റി രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്തുമ്പോൾ പുതിയ പങ്കാളിയുടേതടക്കമുള്ള ക്ലോസിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്, ക്യാപിറ്റൽ ബാലൻസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പഴയ പങ്കാളികളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആയതുകൊണ്ട് തന്നെ അത് പിന്നീട് പുതിയ ബാലൻസ് ഷീറ്റ് രേഖപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ കഴിഞ്ഞ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ ജനറൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നത് പങ്കാളികൾക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ അത് രേഖപ്പെടുത്താൻ പാടില്ല എന്നർത്ഥം. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ നോക്കാം. ഒരു പുതിയ ബാലൻസ് ഷീറ്റ് നമുക്ക് തയ്യാറാക്കാം.
അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനുള്ള നിങ്ങളുടെ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് പഴയ ബാലൻസ് ഷീറ്റ് തന്നെയാണ്. പഴയ ബാലൻസ് ഷീറ്റിലെ ഐറ്റങ്ങൾ തന്നെയാണ് പുതിയ ബാലൻസ് ഷീറ്റ് രേഖപ്പെടുത്തുന്നത്. അവയുടെ പുതിയ വിലയാണ് രേഖപ്പെടുത്തുന്നത് എന്ന് മാത്രം. അതിന് പുറമെ അൺറെക്കോർഡ് അസറ്റോ അൺറെക്കോർഡ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തും. അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യും. ഇതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം നോക്കൂ, ക്യാഷ് അറ്റ് ബാങ്ക്. പഴയ ബാലൻസ് ഷീറ്റിൽ 15,000 ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്കിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും. കാരണം എന്താണ്, പുതിയ പങ്കാളി ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവരും അല്ലേ. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ തുക എത്ര ഉണ്ടാവും? 15,000 പഴയ ബാലൻസ്, 60,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു, 30,000 ഗുഡ്വില്ലും കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും? 1,05,000 രൂപ. ഇത് പ്രത്യേകം ഓർക്കുക. എല്ലാ ക്വസ്റ്റ്യനിലൊന്നും ഉണ്ടാവും പുതിയ പങ്കാളി ക്യാപിറ്റലും ഗുഡ്വില്ലും കൊണ്ടുവന്നിട്ടുണ്ടാവും. ചിലപ്പോൾ കൊണ്ടുവന്ന ഗുഡ്വിൽ പിൻവലിച്ചിട്ടുണ്ടാവും. അപ്പോൾ 30,000 ആണ് ഗുഡ്വിൽ കൊണ്ടുവന്നത്. അതിലെ 15,000 അവർ പിൻവലിച്ചിട്ടുണ്ടെങ്കിലോ, അപ്പോൾ 1,05,000 നിന്ന് 15,000 കുറക്കണം. അത് ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തു പോയല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്നില്ല. ഈ രണ്ടാമത്തെ ഐറ്റം നോക്കൂ, ഡെപ്റ്റേഴ്സ് എത്രയാണ്? പഴയ ബാലൻസ് 56,700 ഇനി അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്, പ്രൊവിഷൻ ഉണ്ട് 1,600. അപ്പോൾ പ്രൊവിഷൻ എന്താ ചെയ്യാറുള്ളത്? നമ്മൾ ഫസ്റ്റ് ഇയറിലേ മനസ്സിലാക്കിയിട്ടുണ്ട്. ലെസ് പ്രൊവിഷൻ അല്ലേ, 1,500 അതിൽ നിന്ന് കുറച്ച് ബാക്കി തുകയാണ് നമ്മൾ 56,000 അല്ലേ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെപ്റ്റേഴ്സിൻ്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് കുറക്കണം. ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പുതിയ ബാലൻസ് ഷീറ്റ് രേഖപ്പെടുത്തേണ്ടത് എന്ന ഒരു പ്രത്യേക ക്ലാസ് തന്നെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കൂ, സ്റ്റോക്ക് 16,000 പഴയ ബാലൻസ് ഷീറ്റ്. ആദ്യം പഴയ ബാലൻസ് ഷീറ്റ് നോക്കുക, സ്റ്റോക്ക് എന്ന ഐറ്റം ഉണ്ട്, 16,000. അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റോക്ക് വർദ്ധിച്ചോ കുറഞ്ഞോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതേ തുക തന്നെ രേഖപ്പെടുത്തുക, 16,000. അടുത്ത ഐറ്റം നോക്കൂ, ഇൻവെസ്റ്റ്മെൻറ്റ്. അടുത്ത ഐറ്റം നോക്കാം, അക്രൂഡ് ഇൻകം. നോക്കൂ, നമ്മൾ അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക, ഔട്ട്സ്റ്റാൻഡിങ് ഡി. അഡ്ജസ്റ്റ്മെൻറ്റ് ഡി നോക്കൂ, ആൻ അക്രൂഡ് ഇൻകം ഓഫ് ₹4,500 ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. രേഖപ്പെടുത്താത്ത ഒരു അക്രൂഡ് ഇൻകം ഉണ്ട്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺറെക്കോർഡ് അസറ്റാണ്. ഇവിടെ ഒരു അസറ്റാണ്, ഇത് അൺറെക്കോർഡ് അസറ്റാണ്. അസറ്റ് സൈഡിലുണ്ടോ? ഇല്ല. അപ്പോൾ ആ അക്രൂഡ് ഇൻകം നമ്മൾ രേഖപ്പെടുത്തണം, 4,500. ഇനി അടുത്ത ഐറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വില എത്രയാണ്? 24,000 ആണ്. അതിൻ്റെ വിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇല്ല. അപ്പോൾ ഇൻവെസ്റ്റിൻ്റെ തുക 24,000 തന്നെ രേഖപ്പെടുത്താം. അടുത്ത ഐറ്റം ഏതാണ്? ഫർണിച്ചറിൻ്റെ വില എത്രയാണ്? 30,000 ഫർണിച്ചറിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഫർണിച്ചറിൻ്റെ ഇപ്പോഴത്തെ വില തന്നിട്ടുണ്ട്. എത്രയാണ്? 27,000 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫർണിച്ചറിൻ്റെ ഇപ്പോഴത്തെ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്, 27,000 പുതിയ വില. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം, 30,000 ലെസ് ഡിപ്രീസിയേഷൻ 3,000, അങ്ങനെ 27,000 അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. അടുത്ത ഐറ്റം നോക്കൂ, പാറ്റൻ്റെ വിലയിൽ മാറ്റമുണ്ടോ? 44,400 പുതിയ വില. അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും പറയുന്നുണ്ടോ? പാറ്റൻറ്റിൻ്റെ വില റീവാല്യൂ അറ്റ് ₹20,000. പാറ്റൻ്റെ ഇപ്പോഴത്തെ വില തന്നിട്ടുണ്ട് 20,000. അപ്പോൾ എത്ര രേഖപ്പെടുത്തേണ്ടത്? 20,000 പുതിയ വിലയാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ഐറ്റം നോക്കൂ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ പുതിയ വില തന്നിട്ടുണ്ട്, ഉണ്ട്, 2,50,000. അപ്പോൾ അസറ്റ് സൈഡിലെ എല്ലാ ഐറ്റവും രേഖപ്പെടുത്തി. അപ്പോൾ അസറ്റ് സൈഡിൽ എങ്ങനെ രേഖപ്പെടുത്താൻ? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴയ ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റം നോക്കുക, അതിൽ വർധനവുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് പ്രത്യേകം ഓർക്കേണ്ടത് നോക്കൂ, നമ്മളെ അക്രൂഡ് ഇൻകം ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തൊരു ഐറ്റം നമ്മളെ പുതിയ ബാലൻസ് ഷീറ്റിലുണ്ട്. അതെന്താണ്? അൺറെക്കോർഡ് അസറ്റാണ്. അതുണ്ടോ? അത്ര അൺറെക്കോർഡ് അസറ്റും ലയബിലിറ്റി ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലയബിലിറ്റി സൈഡ് നോക്കുക. ആദ്യത്തെ ഐറ്റം എന്താണ്? ക്രെഡിറ്റേഴ്സിൽ എന്തെങ്കിലും പറയുന്നുണ്ട്? അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒന്നും പറയുന്നില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 45,000 തന്നെ, യാതൊരു മാറ്റമില്ല. അടുത്ത ഐറ്റം എന്തായിരുന്നു? ജനറൽ റിസർവ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തി, ജനറൽ റിസർവ് ഒരു അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണ്. അത് പഴയ പങ്കാളികൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞു, അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ അത് രേഖപ്പെടുത്താൻ പാടില്ല, അത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു പഴയ പങ്കാളികൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ജനറൽ റിസർവ് പുതിയ ബാലൻസ് ഷീറ്റിൽ വേണ്ട. പിന്നെയോ
ഇനിയുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതിന് മുമ്പ് നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് കൂടി ഒന്ന് നോക്കുക. വല്ല അൺറെക്കോർഡഡ് ലാബിലിറ്റി ഉണ്ടോ? തേർഡ് അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് നോക്കൂ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കറന്റ് ലാബിലിറ്റി ആണ് അല്ലേ? ഒരു ലാബിലിറ്റിയാണ്. അത് എവിടെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എവിടെ കാണിക്കും? ലാബിലിറ്റി സൈഡിൽ കാണിക്കും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എത്രയുണ്ട്? 5,000. ഇനി വല്ല ഐറ്റവും ഉണ്ടോ? നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് നോക്കുക. എല്ലാ ഐറ്റവും നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്താം. ക്യാപിറ്റൽ അക്കൗണ്ട് ഓരോരുത്തരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് രേഖപ്പെടുത്തണം. ആസിഫിൻ്റെയും, ദെൻ റിജോ, ദെൻ അജിത്ത്. ഇത് എവിടെ നിന്ന് ലഭിച്ചു? ഈ തുക അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ അതിന് ലഭിച്ച ക്ലോസിംഗ് ബാലൻസ് ആണ് അല്ലേ? ആ ബാലൻസ് ക്യാരി ഡൗണിൽ കണ്ടെത്തിയ തുകയാണത്. അത് ടോട്ടൽ ഇത് നമ്മൾ എഴുതി. നമുക്ക് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. 5,02,500, 5,02,500. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഒരു കോംപ്രഹെൻസീവ് ടൈപ്പ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചർച്ച ചെയ്യുകയാണ് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് ധാരാളം ഫൈനൽ എക്സാമിനേഷന് വരാറുണ്ട്. ആയതുകൊണ്ട് തന്നെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും ഉണ്ടാവാറുണ്ട്. ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഓരോ ഐറ്റവും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് വിശദമായി പ്രത്യേക ക്ലാസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചതിന് ശേഷം, ആ ക്ലാസ്സുകൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഒരു കോംപ്രഹെൻസീവ് ടൈപ്പ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ നേടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസിനായിട്ട് നൽകാം. Given below is the balance sheet of Ramu and Jafar, who were sharing profit and losses in the ratio of 3:2 as on 31st December 2015. Balance sheet തന്നിട്ടുണ്ട്. ലാബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട്. അസറ്റ് സൈഡിൽ ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. അഡ്ജസ്റ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോബി വിൽ ബ്രിങ് ഒരു പുതിയ പങ്കാളിയെ ചേർക്കുകയാണ്. ₹30,000 ആസ് ക്യാപിറ്റൽ ആൻഡ് 12,000 ഫോർ ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. അയാളുടെ ക്യാപിറ്റൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഗുഡ് വിൽ എത്രയാണ് കൊണ്ടുവന്നത് എന്നും പറയുന്നുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ഡിപ്രീസിയേറ്റഡ് ബൈ 8,000. പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ ഉണ്ട് 8,000 രൂപ അല്ലേ? അപ്പോൾ 58,000 ഉണ്ട്, അതിന് 8,000 രൂപ ഡിപ്രീസിയേഷനാണ്. അപ്പോൾ എത്ര രൂപയുടെ കുറവുണ്ട്? 8,000 രൂപ. അപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയേ ഉണ്ടാവുള്ളൂ? 50,000. സ്റ്റോക്ക് ഈസ് ഫൗണ്ട് ഓവർ വാല്യൂഡ്. സ്റ്റോക്കിൻ്റെ വില 3,000 അധിക വില ഇട്ടതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരു പ്രത്യേക ക്ലാസ് തന്നെ നൽകിയിട്ടുണ്ട്. ഒരു അസറ്റ് ഓവർ വാല്യൂ എന്ന് പറഞ്ഞാൽ അസറ്റ് ഇൻക്രീസ് ചെയ്തു എന്ന അർത്ഥം. എന്താണ്? അല്ല, അസറ്റ് ഡിക്രീസ് ചെയ്തു എന്നാണ് അർത്ഥം. അതിൻ്റെ വില അധിക വിലയാണ്. 3,000 സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില 3,000 അധികമാണ് എന്ന് പറഞ്ഞാൽ അത് അത്രയില്ല. സ്റ്റോക്കിന് 15,000 വേണ്ട, 12,000 മതി, അതിന് 3,000 കൂടുതലാണ്. അപ്പോൾ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് സ്റ്റോക്ക്. ആ സ്റ്റോക്കിൻ്റെ വിലയിൽ കുറവാണ് 3,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റഡ് അറ്റ് 10% ഓൺ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 27,000 മുകളിൽ 10%. ഇനി അടുത്ത ഐറ്റം എന്താണ്? ക്രെഡിറ്റേഴ്സ് വേർ അൺറെക്കോർഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് 1,000. 1,000 രൂപ ക്രെഡിറ്റേഴ്സിൻ്റെ മുകളിൽ റെക്കോർഡ് ചെയ്യാട്ടുന്നുണ്ട്. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ 1,000 രൂപ വർദ്ധിച്ചു അല്ലേ? അപ്പോൾ ക്രെഡിറ്റർ 1,000 രൂപ കൂടിയാൽ, ലാബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ എക്സാമിനേഷന് വന്ന 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസായിട്ട് നൽകിയിട്ടുള്ളത്. അത് ചെയ്തു നോക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷന് ലോസ് ആയിരിക്കും 14,700. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ ഞാൻ നൽകിയിട്ടുണ്ട്. നിങ്ങൾ സ്വയം അത് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള പ്രയാസം നേരിടുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കോംപ്രഹെൻസീവ് ടൈപ്പ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടും റിവാലുവേഷൻ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോബ്ലം നൽകിക്കഴിഞ്ഞാൽ എങ്ങനെയാണിത് സോൾവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി, അതായത് ഒരു ബാലൻസ് ഷീറ്റും അഡ്ജസ്റ്റ്മെൻറ്റും നൽകിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെയാണ് റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക, എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുക, എങ്ങനെയാണ് ന്യൂ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക എന്നാണ് നമ്മൾ വിശദീകരിച്ചത്. ഇത്തരം പ്രോബ്ലങ്ങൾ ഇനിയും നൽകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ
മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു.